ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സൗദി അറേബ്യയിലെ ദമാമിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി ഏകദേശം 37 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് വെറും ഒരു ജോലി എന്നൊരു സ്വപ്നം തേടി ഈ ഒരു സൗദിയുടെ മണ്ണിൽ കാൽച്ചുവട്ടെടുത്ത് വെച്ച് ഇന്ന് അദ്ദേഹം ഇവിടെ മാത്രമല്ല ഓൾ ഓവർ ദ മിഡിൽ ഈസ്റ്റിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമായ ഗാലിയോൺ ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൻ്റെ കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായി മാറി അബ്ദുൽ അസീസ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ടൈമിംഗ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, ആലപ്പുഴയിൽ പ്രോപ്പർലി എവിടെയാണ്? ആലപ്പുഴയിലെ ടൗണിൽ തന്നെയാണ്. ജില്ലാക്കോട്ട് വാർഡ് എന്ന് പറയും. ജില്ലാക്കോട്ട് വാർഡ്. ഓക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ? കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചത് കിടങ്ങാമ്പറമ്പ് സ്കൂളിലായിരുന്നു. വീടിനോട് അനുബന്ധിച്ചുള്ള വീടിനടുത്ത് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്ര. 1/2 കിലോമീറ്റർ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാം. എപ്പോഴും വേണമെങ്കിലും പോയി വരാം, എളുപ്പമാണ്. പ്രവാസം ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു? അതിൻ്റെ ഒരു റീസൺ? ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോബിനുള്ള ഹണ്ടിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഗൾഫിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ജബ്ബാർ എന്ന് പറയും, പുള്ളിക്കാരൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നമുക്ക് വിസക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോബ് 1987 ഞാൻ സൗദി അറേബ്യയിലെത്തി. 87 കിങ് അബ്ദുൽ അസീസ് പോർട്ടിൽ ടാലി ക്ലർക്കായിട്ടാണ് എൻ്റെ ആദ്യത്തെ നിഗമനം ജോലി. ആ സൗഹൃദ ബന്ധം, അന്ന് പോർട്ടിൽ വന്ന സൗഹൃദ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. കാരണം ഞാൻ ഷിപ്പിംഗ് ലൈനിൽ കയറിയതിന് ശേഷം എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധം ഉണ്ടായി. ഒരുപാട് രാജ്യത്ത് സഞ്ചരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ടായിരുന്ന ഒരു സുനിൽ, തൃശ്ശൂരുള്ളതാണ്. സുനിലാണ് ഈ ഗാലിയോൺ ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയുടെ MD. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്ക് ഒരു ഓഫീസ് സൗദി അറേബ്യയിൽ തുടങ്ങണം. അപ്പം ഞാൻ 2018 ഒരു പുതിയ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പായിട്ട് കയറി, അർഖാൻ അൽ ഖലീജ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പം പുള്ളിയായിട്ട് ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്ലാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ആ ഡ്രീംസ് കംസ് ട്രൂ 2023 ഓഗസ്റ്റിൽ പൂർത്തിയായി. ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കാം നമ്മളെ തേടി ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗാലിയോൺ ഷിപ്പിംഗ് കമ്പനീനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? കാരണം ഇതിൻ്റെയൊക്കെ എക്സാക്ട് സർവീസസ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഗാലിയോൺ ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി സൗദി അറേബ്യയിൽ സെർവ് ചെയ്യുന്നത് ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആണ്. ഞങ്ങൾക്ക് ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഉണ്ട്, കസ്റ്റം ക്ലിയറൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, മറ്റു ലോജിസ്റ്റിക്സ് ഉണ്ട്, എക്സ്വർക്ക്. കാരണം ഒരു കൺസൈനിയുടെ വെയർഹൗസിൽ നിന്നും ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെയും വൈസ് വേഴ്സ അവിടുന്ന് തിരിച്ചും കൊണ്ടുവരാനുള്ള സർവീസ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇൻ ടൈമിൽ ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഗാലിയോണിന് അവരുടേതായിട്ടുള്ള സ്വന്തം കണ്ടെയ്നേഴ്സ് ഉണ്ട്. ആ കണ്ടെയ്നേഴ്സ് ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സാമ്പിൾ, അതായത് ട്രയൽ ബേസിസ് ഏകദേശം ഒരു 10-15 കണ്ടെയ്നർ വന്ന് ഈ ഓൺ കണ്ടെയ്നർ. യെസ്. അപ്പം നമ്മുടെ ഒരു സക്സസ് മന്ത്ര എന്തെന്ന് വെച്ചാൽ സാർ ഒറ്റ വേർഡിൽ എന്താ പറയുക? സാറിൻ്റെ ഒരു കമ്പനിയുടെയും സാറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലെ ഒരു വിജയ രഹസ്യം? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മൾ ഉന്നതിയിലെത്തും. എനിക്ക് എന്ത് കാര്യത്തിനും എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നത് എൻ്റെ ഫാദറായിരുന്നു. ഫാദർ ഇപ്പം മരിച്ചിട്ട് 15 വർഷമായി. ഫാദറിന്റെ പേര് അബ്ദുറഹ്മാൻ. അതാണ് പേര്, അബ്ദുൽ അസീസ് അബ്ദുറഹ്മാൻ. അപ്പോൾ ഫാദറാണ് നമ്മുടെ ഒരു ലൈഫിൽ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി. തീർച്ചയായിട്ടും. ഫാദർ എന്തായിരുന്നു നാട്ടിൽ പരിപാടി? ഫാദർ ലേമാൻ ആയിരുന്നു. മീൻസ് ജനറൽ ആയിട്ടുള്ള ജോലി മാത്രമാണ് ചെയ്തത്. അമ്മയുടെ പേര്? ഫാത്തിമ ബീവി. സാറിൻ്റെ ഇത്രയും വർഷത്തെ ബിസിനസ് ലൈഫിലും പേഴ്സണൽ ലൈഫിലും സാറിൻ്റെ വൈഫ് എത്രമാത്രം സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്? എൻ്റെ ബെസ്റ്റ് സ്റ്റാഫ് 100% എൻ്റെ വളർച്ചയിൽ കടപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരി എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൈഫിൻ്റെ പേര് പറഞ്ഞില്ല? അജിത. മക്കൾ എത്ര പേരാ? 2 പേര്. മൂത്തമൻ എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആളുടെ പേര്? ഫാദിൽ. രണ്ടാമത്തെ ആള്? ആദിൽ. സാറിനെ ആണെങ്കിലും നമ്മുടെ കമ്പനീനെ വെച്ച് നോക്കുമ്പോഴാണ് നമ്മളൊരു ഫ്യൂച്ചർ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും?
ഞങ്ങളുടെ ഈ വിഷൻസ് എന്ന് വെച്ചാൽ ഈ കമ്പനി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അതാണ്. മറ്റൊന്ന്, ആ ജോലി കൊടുക്കുന്നതോടൊപ്പം ഒരുപാട് കുടുംബങ്ങൾക്ക് വളരാൻ പറ്റുമല്ലോ, ജീവിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പിന്നെ ഒരു തീരുമാനമാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ ഈ സ്റ്റാഫിന് കംപ്ലീറ്റ് ആയിട്ട് വിധിച്ചു കൊടുക്കുക. ഇതെല്ലാം ഞങ്ങളുടെ തീരുമാനത്തിലുള്ള പ്രോഫിറ്റിന്റെ ഷെയർ എവരി സ്റ്റാഫിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് അപ്ലിക്കേഷൻ ഇടും തോന്നുന്നു കേട്ടോ. വെൽക്കം. നമുക്ക് അവർ സൂട്ടബിൾ, അത് ലോജിസ്റ്റിക്സിൻ്റെ വർക്ക് അറിയാവുന്നവർ ഞങ്ങൾ എടുക്കും. ഇപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സെയിൽസ്മാനൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കും, എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ്. ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ വിഷൻ ആൻഡ് കമ്മിങ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. തീർച്ചയായിട്ടും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങൾ നമുക്ക് തിരിഞ്ഞ് നോക്കാൻ പോലും കഴിയില്ല. എന്നാലും സാർ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ച തമ്പുരാൻ എല്ലാം ഹയറാക്കി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ആമീൻ.